എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 6ാമത്തെ സർഗത്തിലെ 24, 25, 26 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 3 ശ്ലോകത്തിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഇനി ഈ ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് നന്ദഗോപർ എന്താ ചെയ്യാൻ പോണത് എന്നുള്ളതാണ് വർണ്ണിക്കുന്നത്. ഇന്ദ്രനുള്ള യാഗം നിർത്തിവെക്കാൻ പോവാണ്. നമുക്കാദ്യം 24ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. തഥേതി തുഷ്ടോ ജഗ്രാഹ നന്ദഃ കൃഷ്ണസ്യ തദ്വച ആനയാമാസ ച ക്ഷിപ്രം വിപ്രാൻ പാവകവർച്ചസ. ആദ്യം പദച്ഛേദം പറയാം. തഥാ ഇതി തുഷ്ടഃ ജഗ്രാഹ നന്ദഃ കൃഷ്ണസ്യ തദ്വച ആനയാമാസ ച ക്ഷിപ്രം വിപ്രാൻ പാവകവർച്ചസ. വളരെ കുറച്ച് പദച്ഛേദേ ഉള്ളൂ. ഇവിടെ പറയാണ് നന്ദഗോപർക്ക് വളരെയധികം സന്തോഷമായി. എന്തുകൊണ്ടാണ് നന്ദഗോപർക്ക് ഇത്ര സന്തോഷമായതെന്നാണെങ്കിൽ, ഈ ഗോപന്മാരുടെ ഇടയിൽ അഭിപ്രായം ചോദിക്കാൻ നന്ദഗോപർക്ക് ആരുമില്ല. നന്ദഗോപരാണ് അവരുടെ കൂട്ടത്തിൽ വെച്ച ഏറ്റവും ഉത്തമനായിട്ടുള്ള കുറച്ച് അറിവൊക്കെ ഉള്ളതായ ഒരു ഗോപൻ. അപ്പം അതുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ അതിനേക്കാളും അറിവ് കുറവാണ്. അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ തുടർച്ചയായിട്ട് അവരുടെ കാലത്തിനു മുമ്പും അച്ഛനമ്മമാരൊക്കെ എന്താണോ പിന്തുടർന്നു വന്നിരുന്നത് അത് നന്ദഗോപരും മുടക്കാതെ ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃഷ്ണനോട് ചോദിച്ചപ്പോൾ, ആദ്യമേ തന്നെ കൃഷ്ണനോട് ചോദിക്കുമ്പോൾ പറയേണ്ടത്, നിങ്ങളെല്ലാവരും, നീയും നിന്റെ കൂട്ടുകാരെല്ലാവരും ഇവിടെ വന്നിട്ട് ഈ യാഗം വളരെ ഭംഗിയാക്കി തരണമെന്ന് ശ്രീകൃഷ്ണനോട് നന്ദഗോപര് പറയുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണൻ മറുപടി പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു തെളിച്ചം വന്നത്. അതിൻ്റെ ഒരു സന്തോഷം നന്ദഗോപർക്ക് ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയണത്. തുഷ്ട നന്ദ. തുഷ്ട എന്ന് പറഞ്ഞാൽ സന്തോഷവാനായിട്ട്, നല്ലവണ്ണം ഉറപ്പിച്ചാണ്, യാതൊരു സംശയവും ഇല്ലാത്ത ചില വാക്കുകളാണ്, അങ്ങനെയുള്ള വാക്കുകളാണ് ശ്രീകൃഷ്ണൻ നന്ദഗോപരോട് പറഞ്ഞത്. അതായത് ഇനി ഇതിൽ നിന്നും മാറ്റി ചിന്തിക്കാനൊന്നുമില്ല. അതുപോലെ ഉറപ്പിച്ചാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അപ്പോൾ ബ്രാഹ്മണർക്ക് തന്നെയാണ് പൂജ കൊടുക്കേണ്ടത്. അതിൻ്റെ ഒപ്പം ഗോവർദ്ധന പർവ്വതത്തിനും പൂജ കൊടുക്കണം എന്നുള്ള കാര്യം തീരുമാനമായി. അതാണ് ഇതൊക്കെ കേട്ടിട്ട് സന്തോഷായി എന്ന് പറഞ്ഞത്. സോപപത്തി വചന ശ്രവണാത് എന്ന് കാരണം പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള അർത്ഥപൂർണമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട്, കൃഷ്ണന്റെ വാക്കുകൾ കേട്ടിട്ട് സന്തോഷവാനായി തീർന്നു നന്ദഗോപര്. അങ്ങനെ തുഷ്ടോ നന്ദ, സന്തോഷവാനായ ആ നന്ദഗോപര് കൃഷ്ണസ്യ തദ്വച തഥാ ഇതി, കൃഷ്ണന്റെ ആ വാക്കുകൾ കേട്ടിട്ട് അങ്ങനെ തന്നെ, തഥാ ഇതി, ഇനി ഇതിലൊരു മാറ്റമില്ല, അങ്ങനെ തന്നെ ചെയ്യാം, എന്താണോ കൃഷ്ണൻ പറഞ്ഞത് അത് അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കാം എന്ന് കരുതിയിട്ട് തഥാ ഇതി ജഗ്രാഹ, അത് അതുപോലെ തന്നെ ഗ്രഹിച്ചു. ഇനി ഇതിലൊരു മാറ്റമില്ല എന്നുള്ളത് നന്ദഗോപര് തന്നെ ഉറപ്പിച്ചു. ഇനി ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അതുപോലെ അത്ര വ്യക്തമാക്കി തന്നു കൃഷ്ണൻ. അങ്ങനെ കൃഷ്ണസ്യ തദ്വച തഥാ ഇതി തുഷ്ട നന്ദ ജഗ്രാഹ, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ വാക്കുകൾ കേട്ടു, അനുസരിച്ചു എന്നർത്ഥം. എന്നിട്ട് അടുത്ത നടപടി വേഗം തന്നെ തുടങ്ങി. ഇനി ഇന്ദ്രനുള്ളതായ യജ്ഞമല്ല ചെയ്യണത്, അതൊക്കെ മാറ്റി വച്ചിട്ട് ക്ഷിപ്രം, വേഗം തന്നെ, പാവകവർച്ചസ വിപ്രാൻ ആനയാമാസ ച. പാവക വർച്ചസ, പാവകൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. പാവക വർച്ചസ, വർച്ചസ് എന്ന് പറഞ്ഞാൽ തേജസ്. അതായത് അഗ്നി പോലെ തിളങ്ങുന്നവരായ, അറിവ് കൊണ്ടും നൈർമല്യം കൊണ്ടും ശുദ്ധത കൊണ്ടും ഒക്കെ തിളങ്ങുന്നവരായിട്ടുള്ള അനവധി ബ്രാഹ്മണരെ വിളിച്ചു വരുത്തിയിട്ട് ക്ഷണിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു. അതാണ് വിപ്രാൻ ക്ഷിപ്രം ആനയാമാസ, വിപ്രന്മാരെ വേഗം തന്നെ തൻ്റെ ഗോകുലത്തിലേക്ക് ആനയാമാസ കൊണ്ടുവരുവിച്ചു, വേഗം തന്നെ വരുത്തിച്ചു, അവർക്കുള്ള പൂജകൾ ചെയ്യാൻ ആരംഭിച്ചു എന്നർത്ഥം. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ എന്താണ് പറയണതെന്ന് നോക്കാം. 25ാമത്തെ ശ്ലോകം നോക്കൂ. നന്ദസ്താൻ പരമാന്നേന പൂജയിത്വാ ബഹുശ്രുതാൻ തേഭ്യഃ സ്വർണാനി വാസാംസി ദദൗ ധേനുശതാനി ച. ആദ്യം പദച്ഛേദം പറയാം. നന്ദ താൻ പരമാന്നേന പൂജയിത്വാ ബഹുശ്രുതാൻ തേഭ്യ സ്വർണാനി വാസാംസി ദദൗ ധേനുശതാനി ച. എന്താണ് ചെയ്തത്? അങ്ങനെ കുറേ അധികം
ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞുല്ലോ, വന്ദിക്കാൻ വേണ്ടിയിട്ട്, പൂജ നൽകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുത്തിയിട്ട് നന്ദ, ആ നന്ദഗോപര് ബഹുശ്രുതാൻ താൻ പരമാന്നേന പൂജയിത്വ, ബഹുശ്രുതാൻ നല്ല അറിവുള്ളവരായ അവരെ. ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ജാതി കൊണ്ട് മാത്രമുള്ള ബ്രാഹ്മണ്യല്ല, ബ്രഹ്മജ്ഞാനമുള്ളവരെ, വേദം വേണ്ടതുപോലെ അറിഞ്ഞിട്ടുള്ളവർ, അവരെയാണ് ബ്രാഹ്മണരെ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ബഹുശ്രുതന്മാരാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം എന്നർത്ഥമുണ്ട്, അതുപോലെ തന്നെ അറിവ് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ബഹുശ്രുതന്മാരെ വേദത്തിനെ പറ്റിയിട്ടായാലും മറ്റെന്ത് കാര്യങ്ങളായാലും നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവരായ ആ വിപ്രന്മാരെ, ആ ബ്രാഹ്മണരെ പരമാന്നേന പൂജയിത്വ, പരമാന്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്ഷണം, പായസം എന്നാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും സ്വാദിഷ്ടമായ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായ, ഒരു കാലുഷ്യങ്ങൾ ഒന്നുമില്ലാത്തതായ, എരിവ്, പുളി അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ കയറി നിൽക്കുന്നതിനെ ഒന്നും പരമാന്നം എന്ന് പറയാറില്ല. ഏറ്റവും സുഖകരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഭക്ഷണം. അതുകൊണ്ട് പായസം എന്നുള്ള ഒരു അർത്ഥമെടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ ഏറ്റവും സ്വാദിഷ്ടമായ പായസം ഉണ്ടാക്കി കൊടുത്തിട്ട്, അത് അവർക്ക് ധാരാളം ഭക്ഷണമൊക്കെ കൊടുത്ത്, പൂജയിത്വ, അവരെ പൂജിച്ചിട്ട്, അങ്ങനെ ഭക്ഷണം കൊടുത്തു മാത്രമല്ല, ഭക്ഷണം കൊടുക്കൽ ഒരു തരത്തിലുള്ള ആരാധനം, അതോടൊപ്പം തന്നെ ദാനങ്ങളും ചെയ്തു. തേഭ്യ, അവർക്കായിട്ട് സ്വർണാനി വാസാംസി ധേനുശതാനി ച ദദൗ, അവർക്ക് എന്തൊക്കെ നൽകി എന്നാണ് പറയണത്? സ്വർണാനി, സ്വർണം നൽകി, അതുപോലെ തന്നെ വാസാംസി, വസ്ത്രങ്ങൾ നൽകി, ധേനുശതാനിച്ച, 100 കണക്കിന് പശുക്കളെയും നൽകി. നന്ദഗോപർക്ക് പശുക്കളെ ദാനം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവിടെ ധാരാളം പശുക്കുട്ടികളും പശുക്കളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറെ പശുക്കളെയും ബ്രാഹ്മണർക്കായിട്ട് ദാനം ചെയ്തു. അങ്ങനെ അവരെ വേണ്ട വിധം പൂജിച്ചു എന്നാണ് ഇവിടെ പറയണത്. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തു, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കൊടുത്തു, സ്വർണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, പശുക്കളെയും കൊടുത്തു. ഇതൊക്കെ ദാനം ചെയ്തു എന്നാണ് അർത്ഥം. ഇപ്പോഴും ദാനം ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെയാണ്. സ്വർണം ദാനം ചെയ്യുക, വസ്ത്രം ദാനം ചെയ്യുക, പശുദാനം ചെയ്യുക എന്ന് നമ്മൾ പറയും. പശുവിനെ, മൃഗത്തിനെ അല്ലെങ്കിൽ പശുവിനെ തന്നെ ദാനം ചെയ്യണം. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം വീണ്ടും ധനമാണ് നമ്മൾ ദാനം ചെയ്യാറുള്ളത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ദാനങ്ങളൊക്കെ ചെയ്ത് അവരെ, ബ്രാഹ്മണരെ നല്ലവണ്ണം സന്തോഷിപ്പിച്ചു എന്നർത്ഥം. അതിനുശേഷം ഗോവർദ്ധന പർവ്വതത്തിനുള്ള പൂജയും കൂടി കൊടുക്കണല്ലോ. അതാണ് അടുത്ത ശ്ലോകത്തിൽ, 26ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കൂ. സമ്യഗാരാധയാമാസ തം ച ഗോവർദ്ധനം തതഃ സ ച സന്തോഷമാപേദേ ദേവതാത്മാ മഹീധര. ആദ്യം പദച്ഛേദം പറയാം. സമ്യക് ആരാധയാമാസ തം ച ഗോവർദ്ധനം തതഃ സ ച സന്തോഷം ആപേദേ ദേവതാത്മാ മഹീധര. ബ്രാഹ്മണർക്ക് വേണ്ടതെല്ലാം നൽകിക്കഴിഞ്ഞതിന് ശേഷം നന്ദഗോപൻ എന്ത് ചെയ്തു? തത, അതിനുശേഷം ബ്രാഹ്മണർക്ക് പൂജയൊക്കെ കൊടുത്തതിന് ശേഷം തം ഗോവർദ്ധനം ച, ആ ഗോവർദ്ധന പർവ്വതത്തിനും വേണ്ട വിധം, അതാണ് സമ്യക്, അതായത് ഒരു ചിട്ടവട്ടങ്ങൾക്ക് വ്യത്യാസവും ഇല്ലാതെ യഥാവിധി യഥാവത് എങ്ങനെയാണോ ബ്രാഹ്മണർക്ക് കൊടുത്തത് അതേപോലെ തന്നെ വേണ്ട വിധം ആരാധയാമാസ, പൂജിച്ചു, ആരാധനം നടത്തി എന്നർത്ഥം. അപ്പോ ഗോവർദ്ധന പർവ്വതവും അവിടെ പ്രത്യക്ഷമായി എന്ന് കവി ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്യണത്. സച സച ദേവതാത്മാ മഹീധര സച, ദേവതാത്മാവായിട്ടുള്ള ആ മഹീധരൻ, ദേവതാത്മാ സമഹീധര ച സന്തോഷം ആപേദേ. ഇത്തരത്തിലുള്ള പൂജകളും അതുപോലെ തന്നെ ദാനങ്ങളോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിധിപൂർവകമായിട്ട് എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ കയ്യേറ്റുവാങ്ങിക്കൊണ്ട് ദേവതാത്മാവായിട്ടുള്ള ആ പർവ്വതം, മഹീധരൻ, പൃഥ്വീധര എന്നൊക്കെ പറഞ്ഞാലൊക്കെ പർവ്വതം തന്നെയാണ് അർത്ഥം. മഹി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. ദേവതാത്മാവായിട്ടുള്ള ആ ഗോവർദ്ധന പർവ്വതവും സന്തോഷം ആപേദേ, വളരെയധികം സന്തോഷം പ്രാപിച്ചു, വളരെ സന്തുഷ്ടനായി എന്നർത്ഥം. സാധാരണ പർവ്വതത്തിനൊന്നും പൂജ കിട്ടാറില്ല. എല്ലാ പൂജകളും യാഗാദി കർമ്മങ്ങളൊക്കെ ഇന്ദ്രനെ പോലെയുള്ള ദേവന്മാർക്കാണ് കിട്ടുക പതിവ്. ഭൂമിയിലുള്ള ആർക്കും തന്നെ ഒന്നും കിട്ടാറില്ല. ശ്രീകൃഷ്ണൻ ഇടപെട്ടിട്ട് ഗോകുലത്തിലുള്ള വാസികളെ കൊണ്ട്, ഗോകുലവാസികളെ കൊണ്ട്, പ്രത്യേകിച്ച് നന്ദഗോപരെ കൊണ്ട് വലിയൊരു യാഗം അല്ലെങ്കിൽ പൂജ ചെയ്യിച്ചു. ബ്രാഹ്മണർക്കൊക്കെ
നല്ലത് വരാൻ വേണ്ടിയിട്ട് പൂജ നടത്തി, ദാനം നടത്തി, അതുപോലെ തന്നെ ദേവതാത്മാവായിട്ടുള്ള പർവ്വതത്തിനെയും ഗോവർദ്ധന പർവ്വതത്തിനെയും വേണ്ട വിധം പൂജിച്ചു എന്നർത്ഥം. ഇവിടെ ദേവതാത്മാവ് എന്ന് പർവ്വതത്തിനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിന് കാളിദാസൻ തന്നെയാണ് കാരണം. കുമാരസംഭവത്തിന്റെ ആദ്യത്തെ ശ്ലോകം തന്നെ ഹിമാലയ പർവ്വതത്തിനെ ഇങ്ങനെ ദേവതാത്മാവായിട്ട് വർണ്ണിച്ചിട്ടാണല്ലോ തുടങ്ങുന്നത്. അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ എന്ന്. ആ നഗാധിരാജനെ പറ്റി, ഒരു നഗാധിരാജൻ ഹിമാലയത്തിനെ പറ്റി വർണ്ണിച്ചപ്പോൾ ദേവതാത്മാവായിട്ട് വർണ്ണിച്ചുല്ലോ, അതുപോലെ തന്നെയാണ് ഗോവർദ്ധന പർവ്വതവും എന്ന് വർണ്ണിക്കുകയാണ്. അതാണ് ഉദ്ദേശം. അങ്ങനെ ആ പർവ്വതത്തിനും വളരെയധികം സന്തോഷമായി. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. തഥേതി തുഷ്ടോ ജഗ്രാഹ നന്ദകൃഷ്ണസ്യ തദ്വച ആനയാമാസ ചക്ഷിപ്രം വിപ്രാൻ പാവകവർച്ചസ നന്ദസ്താൻ പരമാന്നേന പൂജയിത്വാ ബഹുശ്രുതാൻ തേഭ്യഃ സ്വർണാനി വാസാംസി ദദൗ ധേനുശതാനി ച സമ്യഗാരാധയാമാസ തം ച ഗോവർദ്ധനം തതഃ സ ച സന്തോഷമാപേദേ ദേവതാത്മാ മഹീധര. പൂജാതി കർമ്മങ്ങൾ ലഭിച്ച ബ്രാഹ്മണർക്കും അതുപോലെ ഗോവർദ്ധന പർവ്വതത്തിനും വളരെയധികം സന്തോഷമായി. ബ്രാഹ്മണരുടെ അനുഗ്രഹമാണ് അടുത്ത ശ്ലോകത്തിലൊക്കെ വർണ്ണിക്കാൻ പോണത്. അത് അടുത്ത ദിവസം നോക്കാം. 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.